ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ BSc കോംപ്ലിമെന്ററി കോഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇയർ 2024 ഏപ്രിൽ 2024 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ സെക്ഷൻ എയും സെക്ഷൻ ബിയും സെക്ഷൻ സി ഒക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഓഫ് r, θ ഈക്വൽ ടു 6,π/8. നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? r ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 6, θ എന്ന് പറഞ്ഞാൽ -π/8. നമ്മൾ പഠിച്ചിട്ടുണ്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x, y ആണ് നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഇത് പറഞ്ഞാൽ പോളാർ കോർഡിനേറ്റ് ആണ് അല്ലെ? നമ്മൾ കയ്യിൽ x, y ഉണ്ട്, r, θ ഉണ്ട്. കാർട്ടീഷ്യൻ കോർഡിനേറ്റിനെ പോളാർ കോർഡിനേറ്റ് മാറ്റാം, അതേപോലെ പോളാർ കോർഡിനേറ്റിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് മാറ്റാം. ഓക്കെ, ഇവിടെ നോക്കാം, നമുക്ക് തന്നിട്ടുള്ളത് പോളാർ കോർഡിനേറ്റ് ആണ്, അതിനെ എവിടേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുന്നത്? കാർട്ടീഷ്യൻ കോർഡിനേറ്റിലേക്കാണ് മാറ്റാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് മാറ്റാൻ ഇക്വേഷൻ x ഈക്വൽ ടു അല്ലെ എന്തായിരുന്നു? r cos θ ആണ് നമ്മളെ അല്ലെ കാർട്ടീഷ്യൻ എക്സിന്റെ വാല്യൂ. അപ്പൊ x എന്ന് പറഞ്ഞാൽ r cos θ ആണ്. നമുക്കിവിടെ തന്നിട്ടുണ്ട് എക്സും ആറും തന്നിട്ടുണ്ട്, തീറ്റയും തന്നിട്ടുണ്ട്. ഇവിടെ r എന്ന് പറഞ്ഞാൽ 6, θ എന്ന് പറഞ്ഞാൽ -π/8 ആണ്. അപ്പൊ r സ്ഥാനത്ത് 6 കൊടുത്തു, θ സ്ഥാനത്ത് -π/8 കൊടുത്തു. നമ്മൾ പഠിച്ചിട്ടുണ്ട് cos θ എന്ന് പറഞ്ഞാൽ cos is a even function ആണ്. അതുകൊണ്ട് അവിടെ എന്ത് വരില്ല? മൈനസ് പുറത്ത് കാണില്ല. അപ്പൊ cos π/8 നമ്മൾ കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്താൽ മതി? cos π/8 നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ നോക്കുക, കാൽക്കുലേറ്റർ നോർമലി നമ്മളെ കാൽക്കുലേറ്റർ നമ്മുടെ ഡിഫാൾട്ട് ആയിട്ടുള്ളത് ഡിഗ്രിയിലേക്കാണ്. കാൽക്കുലേറ്റർ സാധാരണ നമ്മൾ ഡിഗ്രി DNG എന്ന് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ D മാത്രം കാണുന്നുണ്ടാവും. അതിനെ മാറ്റിയിട്ട് റേഡിയനിലേക്ക് മാറ്റാൻ വരുത്തുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ cos π/8 ടൈപ്പ് ചെയ്യേണ്ടത് കാൽക്കുലേറ്ററിൽ. അപ്പൊ cos π/2 റേഡിയനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 0.9238 ആണ്. അപ്പൊ ഇത് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടുക? 5.5433 ആണ്. കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? cos π/8 വാല്യൂ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുന്ന ഡിഗ്രിയിലേക്കാവുമ്പോൾ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടാകുക, അത് റേഡിയനിലേക്ക് മാറ്റിയതിനു ശേഷം മാത്രമേ cos π/8 വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y ഈക്വൽ ടു r sin θ ആണ്. ഇവിടെ r എന്ന് പറഞ്ഞാൽ 6 ആണ്, θ എന്ന് പറഞ്ഞാൽ -π/8 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് sin of -θ എന്ന് പറഞ്ഞാൽ -sin θ ആണ്. ഇത് പറഞ്ഞാൽ sin ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ എങ്ങനെ കിട്ടും? ഈക്വൽ ടു 6 × -sin π/8 ഈക്വൽ ടു 6 × വീണ്ടും റേഡിയനിലാവും കിടക്കുന്നുണ്ടാവും. ഓൾറെഡി ഇവിടെ റേഡിയനിലേക്ക് മാറ്റി, ഇനി മാറ്റേണ്ട ആവശ്യമില്ല കാൽക്കുലേറ്ററിൽ. അപ്പൊ sin π/8 എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ വാല്യൂ 0.38268 ആണ്. അപ്പൊ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്തും -2.2961 ആണ് ഇതിന്റെ വരുന്നത്. അപ്പൊ x, y എന്ന് പറഞ്ഞത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും അല്ലെ? x എന്ന് പറഞ്ഞാൽ 5.5433 -2.2961 ആണ് ആര് വരുന്നത് അല്ലെ? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് അല്ലെ? കോർഡിനേറ്റ് വരുന്നത്. ഇതാണ് നമ്മൾ ഒന്നാമത്തിന്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് let y equal to x³ + 2 find dx/dy when y equal to 3. ഇവിടെ y equal to 3 ആണോ എന്ന് ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടോ സംഭവിച്ച പോലെ തോന്നുന്നുണ്ട്. x equal to 3 ആയിരിക്കാം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. നമുക്കറിയാം y തന്നിട്ടുണ്ട്, നമ്മൾ കാണാൻ പറഞ്ഞ dx അല്ലെ /dy ആണ്. ഞാൻ y equal to x³/2 ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ എന്താവും? dy/dx equal to 3x² ആയി.
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dx by dy. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ ആണ് നമുക്കറിയാം. അപ്പൊ 1 by dy by dx equal to 1 by 3x square. നേരെ റിവേഴ്സ് ആയി അല്ലെ. ഇവിടെ ബൈ വരുമ്പോ എന്തായി, dx by dy equal to 1 by അല്ലെ 3x square ആയി മാറി. ഈ ടേമിൽ y ഇല്ല അല്ലെ. ഈ ടേമിൽ നമുക്ക് yക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചിലപ്പോ x ആയിരിക്കും അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ അല്ലെ dy dx at x equal to 3 ആണെങ്കിൽ എന്താവും, 3 into 3 square equal to 1 by 3 into 3 ആണ് 9 അല്ലെ. 3 square 9. അപ്പൊ 1 by 27. ഓക്കെ, ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ ചെറുതായിട്ട് മാറ്റം പറ്റിയെന്നുള്ളൂ. കാരണം അവിടെ x ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി. ഇല്ലെങ്കിൽ എന്താവും, dx by dy എന്ന് പറഞ്ഞാൽ 1 by 3x square നിർത്തിയാൽ മതി. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? കമ്പ്യൂട്ട് ഇന്റഗ്രൽ കോട്ട് hx dx. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ് അല്ലെ കോട്ട് hx. നമുക്കറിയാം sin hx അറിയാം, cos hx അറിയാം അല്ലെ, tan hx ഒക്കെ നമ്മൾ ചോദിക്കാറുണ്ട് എക്സാമിന്. ഇന്റഗ്രൽ tan hx ന്റെ ഇന്റഗ്രേഷൻ വാല്യൂ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ചോദിച്ചത് ക്വസ്റ്റ്യൻ എന്താണ്, കോട്ട് hx ആണ്. അപ്പൊ കോട്ട് hx dx. നമുക്കറിയാം കോട്ട് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, cos x ഡിവൈഡഡ് ബൈ sin x ആണ്. അങ്ങനെയാണെങ്കിൽ കോട്ട് hx എന്ന് പറഞ്ഞാൽ എന്താവും, cos hx ഡിവൈഡഡ് ബൈ sin hx ആണ്. അപ്പൊ നേരെ മാറ്റി, ഇന്റഗ്രൽ cos hx ഡിവൈഡഡ് ബൈ അല്ലെ sin hx dx. നമ്മൾ +2 റിസൾട്ട് പഠിച്ചിരുന്നു. ഇന്റഗ്രൽ എന്തായിരുന്നു, f dash of x divided by f of x dx ആണെങ്കിൽ താഴത്തിന്റെ ഡെറിവേറ്റീവ് മുകളുണ്ടെങ്കിൽ അതിന്റെ ഇന്റഗ്രേഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ log of f of x plus c എന്ന രീതിയിൽ നമ്മൾ പഠിച്ചിരുന്നു +2. ഇല്ല എങ്കിൽ നമുക്ക് ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, ആര് കൊടുത്താൽ മതി, സൈനിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ റിസൾട്ടിലേക്ക് തന്നെ വരും. അപ്പൊ 1 by ഒരു t equal to sin x കൊടുക്കുക. അപ്പൊ 1 by t എന്നാണ് log. അപ്പൊ ഈ ഫോമിലേക്ക് തന്നെ വീണ്ടും എത്തിപ്പെടും. അപ്പൊ നമ്മൾ +2 പഠിച്ച റിസൾട്ടിലേക്ക് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ആൻസർ കഴിക്കാൻ പറ്റും. ഇന്റഗ്രൽ f dash of x divided by f of x dx എന്ന് പറഞ്ഞാൽ താഴത്തതിന്റെ ഡെറിവേറ്റീവ് മുകളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി, log of f of. ഇവിടെ f of x എന്ന് പറഞ്ഞാൽ ആരാണ്, താഴത്തെ ഇവിടെ sin x ആണ്. അപ്പൊ sin hx plus c ആണ് ഇതിന്റെ ഇന്റഗ്രേഷന്റെ വാല്യൂ ആയി വന്നത്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ലിമിറ്റ് n tends to infinity n square plus 1 divided by 3n square plus n. ഇത് തൊട്ട് മുമ്പത്തെ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2023 ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ. അവിടെ നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ ആയി ചോദിച്ചത് 7 ആയിരുന്നു. ഇവിടെ 4 അവിടെ 7 ചോദിച്ചിട്ടുള്ളത്. സെയിം ക്വസ്റ്റ്യൻ, യാതൊരു മാറ്റമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ലിമിറ്റ് വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ അതേ ക്വസ്റ്റ്യൻ എടുത്തേത്, ലിമിറ്റ് n tends to infinity അല്ലെ n square plus 1 divided by 3n square plus n. ഞാൻ എന്ത് ചെയ്തു, ഈ മുകളിൽ നിന്ന് ഒരു n സ്ക്വയറിന് ഔട്ട്സൈഡ് എടുത്തു. അപ്പോ ലിമിറ്റ് n tends to infinity n സ്ക്വയർ ഔട്ട്സൈഡ് എടുത്തപ്പോ ഇവിടെ എന്താവും, ഇവിടെ n സ്ക്വയർ പോയി, ഇവിടെ 1 ആയി. ഇവിടെ ആരില്ല, n സ്ക്വയർ ഇല്ല. അപ്പൊ ഇവിടെ എന്താവും, 1 by n സ്ക്വയർ ആയി മാറും. ഇനി മൾട്ടിപ്ലൈ n സ്ക്വയർ into 1 എന്ന് പറഞ്ഞാൽ n സ്ക്വയർ into 1 1 by n സ്ക്വയർ. അപ്പൊ n സ്ക്വയർ മൾട്ടിപ്ലൈ ആൻസർ 1 ആണ്. അപ്പൊ മുകളിലത്തെ അതേപോലെ കിട്ടും. ബൈ താഴെ ഞാൻ ആരെ ഔട്ട്സൈഡ് എടുക്കുകയാണ്, ഒരു n സ്ക്വയറിന് ഔട്ട്സൈഡ് എടുക്കുക. അപ്പൊ n സ്ക്വയർ എടുക്കും. അപ്പൊ 3 ആയി. ഇനി ഇവിടെ n സ്ക്വയറിന് ഔട്ട്സൈഡ് എടുക്കുകയാണ് ഞാൻ പറഞ്ഞു, അവിടെ ഓൾറെഡി n ഉണ്ട്. അപ്പൊ ബൈ n സ്ക്വയർ എന്ന രീതിയിൽ n സ്ക്വയർ എന്തായി, ക്യാൻസൽ ആയിപ്പോയി. ലിമിറ്റ് n tends to infinity 1 by n സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 പ്ലസ് ഇവിടെ ഒരു n ഇവിടുത്തെ ഒരു n ക്യാൻസൽ ആയി. ഇവിടെ എന്തായി, 1 by n എന്ന ഫോമിലേക്ക് വന്നു. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അറ്റ് n tends to infinity ആണ്. ഇവിടെ 1 ആയി, ഇവിടെ 1 by infinity ആയി, 3 plus 1 by infinity. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 by infinity എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ 1 plus 0 divided by 3 plus 0 equal to 1 by 3 ആണ്. അപ്പൊ ആൻസർ എത്ര കിട്ടി നമുക്ക്, 1 by 3 ആണ് ഇവിടെ ആൻസർ ആയി വന്നത്.
ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 2023 ക്വസ്റ്റ്യൻ നമ്പർ 7 ആയി ചോദിച്ചത്, ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആയും ചോദിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 5th ക്വസ്റ്റ്യൻ. എന്താണ് 5th ക്വസ്റ്റ്യൻ? സം ദി സീരീസ് സമ്മേഷൻ i equal to 0 to infinity 3i minus 2i divided by 6i. എന്താണ്? സമ്മേഷൻ i equal to 0 to infinity 3 raised to i minus 2i divided by 6i ആണ്. ഞാൻ ആ 3i raised to അല്ലെ 3 raised to i minus 2 raised to i divided by 6i നെട്ട് കൊണ്ടുപോകണം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു 3i divided by 6i minus 2i divided by 6i. ഒന്നുകൂടി അറേഞ്ച് ചെയ്യണം. 3 by 6 raised to i ആക്കാം അല്ലെ. നമ്മൾ ലോസ് ഓഫ് ഇന്റിജേഴ്സ് എന്ന 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 3 by 6 all raised to i 2 by 6 raised to i എന്ന രീതിയിൽ. അപ്പോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 1 by 2 raised to i minus 1 by 3 raised to i എന്ന രീതിയിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യാ? നേരെ സമ്മേഷനിലേക്ക് കൊടുക്കുക. അപ്പൊ സമ്മേഷൻ i equal to 0 to infinity 3 raised to i minus 2i divided by 6i നമ്മൾ മാറ്റം വരുത്തിയത്. എങ്ങനെയാണ് സമ്മേഷൻ i equal to 0 to infinity 1 by 2 raised, ഞാനൊന്ന് സ്പ്ലിറ്റേഷൻ സമ്മേഷൻ നമ്മൾ സ്പ്ലിറ്റേഷൻ റൂൾ ഉപയോഗിക്കുകയാണ്. രണ്ടും ഒരേപോലെ തന്നെയാണ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റെപ്പുകൾ കുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ഇവിടെ തുടങ്ങേണ്ട സമ്മേഷൻ കൊടുത്ത് ബ്രാക്കറ്റ് കൊടുക്കണം, അത് ഒഴിവാക്കിയതാ. അപ്പൊ ഇവിടെ നോക്കുക, സമ്മേഷൻ i equal to 0 to infinity 1 by 2 i ആണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സീരീസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ. സമ്മേഷൻ a ഇൻറ്റു അല്ലെ r raised to n എന്ന രീതിയിൽ അല്ലെ. അപ്പൊ ആ രീതിയിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ a എന്ന് പറഞ്ഞ 1, r എന്ന് പറഞ്ഞ 1 by 2, ഇവിടെ iക്ക് അല്ലെ n പകരം i. ഈ സീരീസ് നമ്മൾ പറഞ്ഞ പേരാണ് ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ ജോമെട്രിക് സീരീസ് ആണ് ഇത് രണ്ടും വന്നത്. ഇവിടെ നോക്കുമ്പോ aക്ക് 1 ആണ് അല്ലെ, രണ്ട് സൈഡിലും a 1 ആണ്. ഇവിടെ എന്ന് പറയുമ്പോ r എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 by 2 ആണ്. ഇവിടെ r എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 by 3 ആണ്. അപ്പൊ രണ്ടും ജോമെട്രിക് സീരീസ് ആണ്. അപ്പൊ രണ്ട് ജോമെട്രിക് സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ പറ്റി നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ ഡൈവേർജന്റ് ആണോ കൺവേർജന്റ് ആണോ തീരുമാനിക്കണം എങ്ങനെയാണ്? r less than 1 ആണെങ്കിൽ അവരെന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. ഇവിടെ നോക്കുക, ഒന്നാമത്തേല് r എന്ന് പറഞ്ഞാൽ 1 by 2 ആണ്, അതുകൊണ്ട് ഇതെന്താണ്? കൺവേർജന്റ് ആണ്. രണ്ടാമത്തിൽ r എത്രയാണ്? 1 by 3 ആണ്, അതുകൊണ്ട് അതും കൺവേർജന്റ് ആണ്. അങ്ങനെ അത് കൺവേർജന്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു സമ്മ് കാണുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു ഇക്വേഷൻ അല്ലെ? സമ്മ് കാണാൻ ഈ ജോമെട്രിക് സീരീസ് ആണെങ്കിൽ സമ്മ് കാണുന്ന ഇക്വേഷൻ a divided by 1 minus r ആണ്. അതുകൊണ്ടാണ് ഞാൻ കൺവേർജന്റ് ഒക്കെ പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോ ഈ ജോമെട്രിക് സീരീസ് കൺവേർജന്റ് ആണെങ്കിലാണ് മാത്രമാണ് നമുക്ക് എന്താ പറയുക സമ്മ് കാണുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? a divided by 1 minus r എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് a ന്റെ വാല്യൂ 1 ആണ്. ഒന്നാമത്തെ ജോമെട്രിക് സീരീസിന്റെ അകത്ത് r ന്റെ വാല്യൂ എത്രയാണ് അല്ലെ? 1 by 2. അപ്പൊ 1 minus 1 by 2 ആണ്. മൈനസ് രണ്ടാമത്തെ ജോമെട്രിക് സീരീസിൽ a എന്ന് പറഞ്ഞാൽ 1 ആണ്, അതില് എന്താണ്? r എന്ന് പറഞ്ഞാൽ 1 by 3 ആണ്. ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും? 1 minus 1 by 2 എന്ന് പറഞ്ഞാൽ വീണ്ടും 1 by 2 ആണ് അല്ലെ. 1 എന്ന് 1 by 2 ആയി. ഇനി 1 എന്ന് 1 by 3 സബ്ട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. 1 എന്താവും? 3 minus 1 by 3. നേരെ തിരിച്ചു വരുമ്പോൾ എന്താവും? 2 by 1 മൈനസ് നേരെ തിരിച്ചു പോയി 3 by 2 ആയി മാറി. ഈക്വൽ ടു ഇതെന്തായി? 4 minus 3 divided by 2 ഈക്വൽ ടു എത്ര കിട്ടി? 1 by 2. അപ്പൊ ഈ ജോമെട്രിക് സീരീസിന്റെ സമ്മിന്റെ വാല്യൂ എത്രയാണ്? 1 by 2. അപ്പൊ നോക്കാം, ഇതൊരു ജോമെട്രിക് സീരീസ് നമ്മൾ കണ്ടെത്തി അല്ലെ. അതെങ്ങനെയാണ്? നമ്മൾ ഇതിനെ അല്ലെ ഓരോന്ന് സ്പ്ലിറ്റേഷൻ കൊണ്ടുവന്നു, പിന്നെ ഇങ്ങനെ വന്നു 1 by 2 raised to i ആയി 1 by 3. ഇവിടെ a 1 ആണ്, ഇവിടെ a 1 ആണ്, r എന്ന് പറഞ്ഞാൽ 1 by 2 that is a less than 1 ആണ്, that is convergent. ഇവിടെയും r 1 by 3 that is a less than 1, that is convergent. അപ്പൊ ഒരു ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യാനാണെങ്കിൽ അതിന്റെ സം ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട് നമുക്കറിയാം. ആ വാല്യൂ കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ a by 1 minus r ആണ്. അപ്പൊ ഇവിടെ a 1 ആണ്, r ന്റെ സ്ഥാനത്ത് ഇവിടെ 1 by 2 കൊടുത്തു, അത് സിംപ്ലിഫൈ ചെയ്തു. ഇവിടെ a എന്ന് പറഞ്ഞാൽ 1 ആണ്, r ന്റെ സ്ഥാനത്ത് 1 by 2, അത് സിംപ്ലിഫൈ ചെയ്തു.
ഇപ്പൊ 2/1 മൈനസ് 3/2 ക്രോസ് മൾട്ടിപ്ലൈ 4 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 1/2 ആണ് അതിന്റെ ജോമെട്രിക് സീരീസിന്റെ ആൻസർ ആയി വന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ 5th ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയി നമ്മൾ 6th ക്വസ്റ്റ്യൻ. എന്താണ് 6th ക്വസ്റ്റ്യൻ? ഷോ ദാറ്റ് summation I equal to 1 to infinity 2 divided by 4 plus I divergent. അപ്പൊ ഈ സമ്മ് അല്ലെങ്കിൽ ഈ സമ്മേഷൻ ഓഫ് സീരീസ് എന്തായിരിക്കണം? അത് ഡൈവേർജന്റ് ആണ്, നമ്മൾ പ്രൂവ് ചെയ്യാനാണ്, ഷോ ദാറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് കുറച്ചുകൂടി എളുപ്പമുള്ള മാർഗം. അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിലാണ് I വേരി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളത്, അപ്പോ അതുമായി ബന്ധപ്പെട്ടൊരു ഇണം. ഞാൻ തന്ന ഈ ഫംഗ്ഷൻ ഞാൻ എന്താക്കി എടുത്തു? ഒരു AI ആക്കി എടുത്തു. 2 divided by 4 plus I. ഇവിടെ നമുക്ക് പ്രശ്നക്കാരൻ I ആണ്. അതായത് I ആണ്, മുകളിൽ ആരോ ഉണ്ട്, അത് കുഴപ്പമില്ല. ഇവിടെ I ആണ്. ആ അടിയിലത്തെ I അതേപോലെ എടുത്ത് എഴുതി, മുകളിൽ ഞാൻ എന്ത് കൊടുത്തു? 1 കൊടുത്തു. അപ്പൊ BI എന്ന് പറഞ്ഞാൽ 1/I ആണ്. ഇനി നമ്മൾ അല്ലെ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഡിവിഷൻ നടത്തുക, എന്നിട്ട് ലിമിറ്റ് n ടെൻസ് ടു അല്ലെങ്കിൽ I ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് കൊടുക്കുമ്പോ ഇതിന്റെ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ എന്താവും? സമ്മേഷൻ BI എന്താണ്? കൺവെർജന്റ് ആണ്. അതോടൊപ്പം തന്നെ അത് സമ്മേഷൻ BI കൺവെർജന്റ് ആയി കഴിഞ്ഞാൽ സമ്മേഷൻ AN എന്തായി മാറും? കൺവെർജന്റ് ആവും. ഇനി അതേ സ്ഥാനത്ത് ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി AI ഡിവൈഡഡ് ബൈ BI ഈസ് എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അല്ലെ സമ്മേഷൻ BI ഈസ് എ ഡൈവേർജന്റ് ആയി മാറും. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ AN എന്തായി മാറും? ഡൈവേർജന്റ്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റിന്റെ ആ തിയറം പറയുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പായി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? AI ഡിവൈഡഡ് ബൈ BI ചെയ്യാൻ പോവാണ്. 2 divided by 4 plus I divided by 1/. അപ്പൊ നേരെ മേലോട്ട് കയറും. അപ്പൊ 2I divided by 4 plus I ആയി. ഈ I നേരെ 2ന്റെ അടുത്തേക്ക് പോവുക ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇനി എന്ത് ചെയ്യാണ്? 2I divided by 4 plus I. അപ്പൊ നമ്മൾ ഡിവിഷൻ നടത്തി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമ്മള് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പൊ AI divided by BI equal to limit I tends to infinity 2I divided by 4 plus I. അപ്പൊ പ്രശ്നക്കാരൻ നമ്മൾ I ആണ് അല്ലെ, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. അപ്പൊ I യുടെ പ്രശ്നക്കാരമാണ്. അപ്പൊ ഈ I നെ ഔട്ട് സൈഡ് എടുക്കുക, ഈ I നെ ഔട്ട് സൈഡ് എടുക്കുക. അപ്പൊ ലിമിറ്റ് എന്തായി? n ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെ 2I എന്നിട്ട് താഴത്തെ I നെ ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ 4/I പ്ലസ് 1 ആയി മാറും. ഈ I എന്തായി? ക്യാൻസൽ ആയി മാറും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 divided by 4/I plus 1. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തിന് വരും? അല്ലെ 2 divided by അല്ലെ 4/, എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലെ. അതുകൊണ്ട് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 കിട്ടി. അപ്പൊ 2/1 എന്ന് പറഞ്ഞാൽ 2 ആണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോ നേരെ ഇതല്ല കണ്ടീഷൻ വരുന്നത് അല്ലെ. പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ് പറഞ്ഞത്. ഈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എക്സെട്ര അങ്ങനെ വരും. ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ആണ് ഇവിടെ അല്ലെ. മൈനസ് ഒക്കെ വരുമ്പോൾ ഈ നെഗറ്റീവ് വാല്യൂസ് ഒക്കെ വരുന്നതാണ് ഈ ഭാഗം. അപ്പൊ ഇവിടെ ഏത് ഫംഗ്ഷൻ ആയി മാറി? സമ്മേഷൻ BI ഈസ് ഡൈവേർജന്റ് ആയി. അതിനോടൊപ്പം തന്നെ സമ്മേഷൻ AI യും എന്തായി മാറി? ഡൈവേർജന്റ് ആയി. അപ്പൊ നമുക്ക് റിസൾട്ട് ഒന്ന് കോട്ട് ചെയ്യാം. ബൈ റേഷ്യോ അല്ലെ കമ്പാരിസൺ ടെസ്റ്റ്, റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് summation BI is diverge. Then അതുകൊണ്ട് എന്ത് സംഭവിച്ചു? summation AI is diverge. അതുകൊണ്ട് എന്തായി? summation BI യും എന്തായി മാറി? divergent ആയി മാറി. ക്ലിയർ ആയല്ലോ? ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 7th ക്വസ്റ്റ്യൻ. Verify the basis of B equal to 12/13, 5/13, 5/13, minus 12/13 is orthonormal basis. അതിന് ഓർത്തോനോമൽ ബേസിസ് ആണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ലെറ്റ് U1 ആക്കി എടുത്തത് ഇതിനെയാണ്. ആരാ വരിക? 12 divided by 13, 5 divided by 13. അപ്പൊ U2 എന്നാണ് അടുത്ത ബേസിസ് അല്ലെ. 5 divided by 13 minus 12/13 ആക്കി എടുത്തു. നമുക്കറിയാം ഓർത്തോനോമൽ ബേസിസ് ആയി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ചൂസ് അല്ലെ. ഇതിന്റെ ഒന്നാമത്തെ U1 എന്താക്കി എടുത്താൽ മതി?
അല്ലെ v1 ആക്കി എടുത്താൽ മതി. v1 equal to u1, that is 12 divided by 13, 5 divided by 13 ആക്കി എടുത്തു. അപ്പൊ നമ്മൾ എന്താക്കി, ഒരു v1 ആക്കി സെലക്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മള് v2 കണ്ടുപിടിക്കണം. v2 എന്ന് പറയുമ്പോ u2 minus u2 dot product v1 divided by v1 dot v1 into v1 ആണ്. അപ്പൊ u2 എന്ന് പറയുമ്പോ നമുക്കറിയാം 5 divided by 13 minus 12 by 13 ആണ്. ഇനി u2 എന്ന് പറയുമ്പോ 5 divided by 13 minus 12 by 13 dot 12 by 13 5 by 13 divided by v1 എന്ന് പറയുമ്പോൾ 12 divided by 13 12 15 5 divided by 13 into dot product ആണ് 12 divided by 13 5 by 13 into v1 ആണ്. അപ്പൊ എന്താ 12 divided by 13 5 by 13 ആണ് നമ്മുടെ വാല്യൂ. ഇതിനെ എന്ത് ചെയ്യാ, ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യണം. ഈക്വൽ ടു എന്താവും 5 by 13 minus 12 by 13 അല്ലെ. ഇനി ഇവിടെ മൈനസ്, ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്താവും 12 into 5 divided by 13 into 13 minus 12 into 5 13 into 13. ഇനി ഡിനോമിനേറ്ററിലെ രണ്ട് പ്രൊഡക്റ്റ് 12 by 13 into 12 by 13 plus 5 into 13 into 5 by 13 into ഇവിടെ 12 by 13 5 by 13. ഒരേ നമ്പർ ആണ്. ഇത് സബ്ട്രാക്ട് ചെയ്ത് മൊത്തം എന്തായി മാറി, 0 ആയി. ഇപ്പൊ ബാക്കി ആരേ ഉള്ളൂ, 5 by 13 minus 12 by 13 ആണ് ആര് വന്നത്, അല്ലെ, v2 ആയി വന്നത്. നമുക്കറിയാം ഇതെന്താണ്, b1 dash ആണ്. b1 dash എന്ന് പറയുമ്പോൾ v1 v2 ആണ് എന്ന് പറഞ്ഞാൽ, അല്ലെ, v1 എന്ന് പറയുമ്പോൾ എന്താണ് 12 by 13 5 by 13 ഇനി v2 എന്ന് പറഞ്ഞാൽ 5 by 13 minus 12 by 13 ആണ്. സത്യം പറഞ്ഞാൽ രണ്ടും ഒരേ ആൻസറിലേക്കാണ് നമുക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്, അല്ലെ. v1 u1 ഒരേ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ രണ്ടും കൂടി ഒന്ന് തന്നെയാണ്, അല്ലെ, ഓർത്തോനോമൽ ബേസിസും രണ്ടും ഒന്ന് തന്നെയാണ് നമുക്ക് കണ്ടെത്തി. ഈ ഈസ് ആൻ ഓർത്തോഗണൽ എന്താണ്, ഈസ് ആൻ ഓർത്തോഗണൽ ബേസിസ് ഫോർ R3 R2 ആണ്. രണ്ടെണ്ണം ഉള്ളൂ കോഡ്, അപ്പൊ R2 ആണ്. ഇനി അടുത്തെന്ത് പറയാം, ദി നോർമലൈസിങ് ദി വെക്ടേഴ്സ് v1 and v2 we catch. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഞാൻ അടുത്ത നോർമൽ ബേസിസ് ആക്കി എടുക്കുന്നത് w1 ആണ്. അപ്പൊ w1 എന്ന് പറഞ്ഞാൽ v1 divided by നോം v1 ആണ് എന്ന് പറഞ്ഞാൽ 12 divided by 13 5 divided by 13 നോം എന്ന് പറയുന്നത് സ്ക്വയർ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യാ, റൂട്ട് ചെയ്യണം. അപ്പൊ 12 square 30 square plus 5 by 13 whole square, that is 12 by 13 5 by 13. 12 square 144, 13 169, 5 25 169 അല്ലെ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 161 ആയി മാറി. 12 by 13 5 by 13 ആണ് ഡിവൈഡഡ് ബൈ 169 by 169 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. അപ്പൊ ഈക്വൽ ടു എന്തിട്ടി, അല്ലെ, 12 by 13 by 5 by 13 ആണ്. താഴെ മറ്റത് ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ ഇതിനാണ് ആൻസർ കിട്ടുക. അതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് ചെയ്തിട്ടില്ല, റൂട്ടിനകത്ത് വരും. ഇനി ഇതേപോലെ നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകണേ w2 എന്ന് പറഞ്ഞാൽ v2 divided by നോം v2 എന്ന് പറയുമ്പോൾ 5 by 30 minus 12 by 13 divided by ഇതിന്റെ റൂട്ട് ഉപയോഗിച്ച് അതിനെ സ്ക്വയർ ചെയ്യുക, 5 by 33, കാരണം മറ്റേ നേരെ റിവേഴ്സ് ഓർഡറിലാണ് വന്നിട്ടുള്ളത്, സ്ക്വയർ ഈക്വൽ ടു 5 by 13 minus 12 by 30 divided by 25 by 169 144 divided by 160. വീണ്ടും നേരത്തെ സ്റ്റെപ്പ് തന്നെയാണ്. അപ്പൊ വീണ്ടും ഒരേ സാധനം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ. 12 divided by 30, ഇവിടെ റൂട്ട് 169 by 169, that is 1. എന്താ കിട്ടി,
5/1. അപ്പൊ രണ്ട് ഓർത്തോനോമൽ ബേസസ് ഒക്കെ എന്താണ് സെയിം ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി വേണമെങ്കിൽ കൺക്ലൂഷൻ കൊടുക്കാം. ബി ഡബിൾ അല്ലെ നമ്മൾ കൊടുക്കാറില്ല ഇങ്ങനെയാണ്. B1 omega 2 ആണെങ്കിൽ ഒമേഗ ആണ് കൊടുക്കുക, അല്ലെങ്കിൽ W1 കൊടുക്കാം. ഈസ് ആൻ ഓർത്തോനോർമൽ ബേസിസ് ഫോർ എന്താണ് R2 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓർത്തോനോർമൽ എന്താണ് ഈ ബേസിസ് ആണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ഇനി 8th ക്വസ്റ്റ്യൻ. എന്താണ് 8th ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? അല്ലെ, ഫൈൻഡ് ദി റാങ്ക് ഓഫ് A 1 1 1 0 4 1 4 1. ഈ മെട്രിക്സിന്റെ റാങ്ക് കാണാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന റോ അല്ലെ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത് ഓൺലി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണേ, ഇതിന് 0ലേക്ക് മാറ്റാൻ പറ്റുകയാണ്, ഇതിനെ 0ലേക്ക് മാറ്റാൻ കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, R2 changes to R2 minus R1. അപ്പൊ എന്ത് വരും മെട്രിക്സ്? ഫസ്റ്റ് 1 1 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 minus 1 3. ഇതാണ് ഒന്നാമത്തെ എലിമെന്റ് ട്രാൻസ്ഫോർമേഷൻ. ഇനി രണ്ടാമത്തെ എലിമെന്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പോകുന്നത് R3 ആണ്. R3 changes to R3 minus 1. നേരെ സബ്ട്രാക്ട്. അപ്പൊ 0 സബ്ട്രാക്ട് ചെയ്യുമ്പോ അല്ലെ 4 minus 1 എന്ന് പറഞ്ഞ 3. അടുത്തെന്തായി? 1 0 ആയി. ഇനി എന്ത് നമുക്കുള്ളൂ അല്ലെ, ഈ എലിമെന്റ് 0 ആക്കണം. നമുക്കറിയാം ഡയഗണൽ എലിമെന്റ്സ് മാത്രം വന്നാൽ മതി, നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ റോ എന്തെങ്കിലും 0 ആക്കാൻ പറ്റുമോ നോക്കുക അല്ലെ. ഇവിടെ മാറ്റിക്കഴിഞ്ഞാൽ ഇതിനെ 0 ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ വരും അല്ലെ. ഇവിടെ എന്തെങ്കിലും മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ ഇവിടെയും കയറി വരും. അപ്പൊ നമുക്ക് ഇതിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതിന് നമ്പർ ഓഫ് നോൺ സീറോസ് എത്ര വരുന്നു നോക്കിയാൽ മതി. ദ നമ്പർ ഓഫ് എന്താണ് നോൺ സീറോ റോസ് എത്രയാണ്? ഈസ് 3. നമ്മൾ ഒരു റാങ്ക് കാണുന്ന ഇക്വേഷൻസ് നമ്മൾ റിസൾട്ട് ഉണ്ടായിരുന്നു. നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്ര ഉണ്ടോ നോക്കാൻ പറ്റും എലിമെന്റ് ട്രാൻസ്ഫർ നടത്തിയിട്ട്, അപ്പോ മാത്രം നടത്തിയിട്ട്. അങ്ങനെ അത്രയാണോ അതായിരിക്കും അതിന്റെ എന്ത് പറയുന്നത് റാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലെ. ഇവിടെ നമുക്ക് എന്ത് മാറ്റം, ഈ ഇതിനെ മൊത്തത്തിൽ 0 ആക്കാൻ കഴിയില്ല. ഇവിടെ മാറുമ്പോ ഇവിടെ ചേഞ്ച് ചെയ്യണം അല്ലെ, മാറ്റം വരുത്താൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് എത്രയാണ്? 3 ആണ്. ഒന്നുമില്ല, R2 ചേഞ്ചസ് ടു R1 മൈനസ് R1 ചെയ്തു, R2 R1 സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ ഞാൻ ഇവിടെ 0 ആക്കാൻ പറ്റി, R3 ചേഞ്ച് ചെയ്യാൻ പറ്റി. ഇനിയുടെ മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ എന്താണ് അല്ലെ, ഇവിടെ വാല്യൂസ് ഒക്കെ മാറും വരുന്നുണ്ട് അല്ലെ. ഇവിടെ ഇതിനെ 3 ആക്കിയിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ വാല്യൂ, ഇനി ഇതിനെ 3 ആക്കി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ വാല്യൂ. അപ്പൊ എന്താവും, നമുക്ക് ഇവിടെ മൊത്തത്തിൽ റോ 0 ആക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഈസ് 3 എന്ന് പറഞ്ഞ് അതിന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി നമുക്ക്? 3 ആണ് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ. ഇനി 9th ക്വസ്റ്റ്യൻ എന്താണ്? 9th ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ, ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് A equal to 2 4 7 6 0 3 1 5 7. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിൻ വാല്യൂ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഫസ്റ്റ് ഇതിൽ 2 എടുത്തു, പിന്നെ കോഫാക്ടർ മെട്രിക്സ് C1 പ്ലസ് അല്ലെ 4 ഇൻറ്റു പിന്നെന്തരും C12 പ്ലസ് 7 ഇൻറ്റു C13 ആണ്. അപ്പൊ നമ്മള് +2ത്തെ അതേ മോഡലിലേക്ക് പോവുകയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോ ഡിറ്റർമിൻ A ഈക്വൽ ടു തന്ന മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ എടുത്തെഴുതി 2 4 7 പിന്നെ എന്ത് ചെയ്തു 6 0 3 1 5 3 ഈക്വൽ ടു ഫസ്റ്റ് എന്ത് ചെയ്തു 2 അല്ലെ. അതന്നെ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് 2 ആണ്. അപ്പൊ 2 ഇനി എന്ത് ചെയ്യാ, C1 എന്ന് പറയുമ്പോ നമുക്കറിയാം ഈ റോസും കോളസും ബാക്കി എന്താവും 0 3 എന്ന മെട്രിക്സും പിന്നെ അല്ലെ 5 3 പിന്നെ -4 ഇൻറ്റു ഇവിടെ മൈനസില്ല, കാരണം ഇതിനെ എഴുതുമ്പോൾ -1 raised to 1 + 2 നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ അത് -3 അല്ലെ, -1 raised to 3 ഇതാണ് മൈനസ്. അടുത്തെന്താവും ഇവിടെ വരിക അല്ലെ 6 3 1 3 പ്ലസ് അടുത്ത 7 ഇൻറ്റു ആരൊക്കെ വരും
6 0 പിന്നെ 1 5 ആണ് നമുക്ക് വരുന്നത് ഈക്വൽ ടു 2 into ബ്രാക്കറ്റിൽ എന്തായി 0 into 3 minus 5 into 3 minus 4 into 6 into 3 minus ഇവിടെ എന്താ വരിക 6 into 3 ആയി ഇനി 1 into 3 plus 7 into 6 into 5 minus 1 into 0 equal to 2 അല്ല 0 into 3 എന്ന് പറഞ്ഞാൽ 0 5 into 3 എന്ന് പറഞ്ഞാൽ 15 ആണ് minus 4 into 6 into 3 എന്ന് പറഞ്ഞാൽ 18 minus 3 plus 7 into 6 into 5 that is 30 minus 0 equal to minus 15 ആണ് 2 into minus 15 minus 4 into 18 minus 3 എന്ന് പറഞ്ഞാൽ 15 ആണ് plus 7 into 30 എന്ത് ചെയ്യാ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം ഈക്വൽ ടു എന്തായി 2 into minus 15 എന്ന് പറഞ്ഞാൽ minus 30 പിന്നെ 4 into 15 എന്ന് പറഞ്ഞാൽ 60 minus 60 ആയി 7 into 30 എന്ന് പറഞ്ഞാൽ 210 ആണ് 210 അപ്പൊ എന്താ തമ്മിൽ ആഡ് ചെയ്യും minus 90 plus 210 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും 120 അപ്പൊ ഇതാണ് നമ്മൾ ആര് വരുന്നത് ഇതിന്റെ ഡിറ്റർമിൻ വാല്യൂ ആയി വന്നു രണ്ടും ഒരേ മെത്തേഡ് തന്നെയാണ് ഇവിടെ എന്ത് വരും C1 എന്ന് പറയുമ്പോൾ എന്തായി C minus 1 plus 1 പിന്നെ ഈ മെട്രിക്സ് എടുത്ത് എഴുതാം പിന്നെ പ്ലസ് 4 C12 എന്ന് ഇത് എഴുതിയിട്ട് പിന്നെ ഈ മെട്രിക്സ് എടുത്ത് എഴുതാം ഇവിടെ പ്ലസ് ആക്കിയിട്ടാ മതി പിന്നെ ഇവിടെ വരുമ്പോ എങ്ങനെ ആവും അല്ലെ minus 1 raised to 1 plus 3 that is 4 അല്ലെ അപ്പോ ഇവിടെ ഈ minus 1 ക്യൂബ് എന്ന് പറയുമ്പോൾ മൈനസ് പിന്നെ ഇതേ സ്റ്റെപ്പ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഓക്കെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യാം നമ്മൾ കോഫാക്ടർ കണ്ടുപിടിക്കുന്ന ഒരു മറ്റേ അഡ്ജോയിന്റ് കണ്ടെത്തിയിട്ട് കോഫാക്ടർ കണ്ടുപിടിക്കുന്ന ആ മെത്തേഡ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് 10th ക്വസ്റ്റ്യൻ എന്താ 10th ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് x such that the matrix A equal to 4 minus 3 x minus 4 its own inverse its own inverse എന്ന് പറഞ്ഞാൽ എയും ആ ഇൻവേഴ്സ് എന്ന മെട്രിക്സും തമ്മിൽ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അഥവാ ആ തന്ന മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും എന്നാണ് അത് ഇവിടെ സെന്റൻസ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 by determine A into adjoint A ആണ് അപ്പൊ നമുക്ക് എ എന്ന മെട്രിക്സ് അറിയാം 4 minus 3 x minus 4 ആണ് അത് അതേപോലെ എടുത്ത് എഴുതി ഈക്വൽ ടു ഡിറ്റർമിൻ എ ആണ് അപ്പൊ ഇതിന്റെ ഡിറ്റർമിൻ 4 into minus 4 that is minus 16 മൈനസ് മൈനസ് പ്ലസ് ആയി 3 into x that is 3x ഇനി എന്ത് ചെയ്യാ അങ്ങോട്ട് ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യാം അപ്പൊ minus 4 ആയി പ്ലസ് 4 ആയി ഈ പ്ലസ് മൈനസ് 3 എന്താവും പ്ലസ് 3 ആവും ഇവിടെ എന്താവും മൈനസ് എക്സ് ആയി ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ എന്താ ഇവിടെ പുറത്ത് എന്തുണ്ട് 4 minus 3 x minus 4 equal to ഇതെന്തായി minus 4 by minus 16 plus 3x 3 divided by minus 16 plus 3x minus x by minus 16 plus 3x 4 divided by minus 16 plus 3x ഇനി എന്ത് നമുക്കറിയാം ഈ വാല്യൂ ഈക്വൽ ആണെന്ന് അറിയാം അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം ഇക്വേറ്റ് ചെയ്താൽ മതി അപ്പൊ ഞാൻ ഇവിടെ ഇക്വേറ്റ് ചെയ്യുന്ന 4 ഈക്വൽ ടു മൈനസ് 4 ബൈ മൈനസ് 16 പ്ലസ് 3x ആണ് ഇക്വേറ്റ് ചെയ്യുന്നത് ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും അപ്പൊ മൈനസ് 4 ഈക്വൽ ടു 4 ഇന് മൈനസ് 16 പ്ലസ് 3x അതിലേക്ക് മാറി അപ്പൊ മൈനസ് 4 ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യാം 4 into 16 that is എത്രയാണ് 64 അപ്പൊ മൈനസ് 64 4 into 3 12x അപ്പൊ 12x ഈക്വൽ ടു ഇതിനങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ മൈനസ് 4 പ്ലസ് 64 ഈക്വൽ ടു 60 അപ്പൊ x ഈക്വൽ ടു 60 ബൈ 12 ഈക്വൽ ടു 5 അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര കിട്ടി നമുക്ക് 5 ആണെന്ന് കിട്ടി ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് 11th ക്വസ്റ്റ്യൻ എന്താണ് 11th ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി eigen വാല്യൂ ഓഫ് a 1 2 1 6 minus 1 0 minus 1 minus 2 minus 1 ഇതിന്റെ eigen വാല്യൂ ആണ് അപ്പൊ നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ഈസ് ഡിറ്റർമിൻ a minus lambda I ആണ് അല്ലെ
എന്താണ് പറഞ്ഞത്? ഡിറ്റർമിൻ എ മൈനസ് ലാംഡ ഐ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്താവും? അല്ലെ, ഈക്വൽ ടു 0 ആണ് ഇംപ്ലൈസ്. അപ്പൊ ഡിറ്റർമിൻ 1 മൈനസ് ലാംഡ 2 1 6 മൈനസ് 1 മൈനസ് ലാംഡ 0 മൈനസ് 1 മൈനസ് 2 മൈനസ് 1 മൈനസ് ലാംഡ ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് അതിന്റെ ഡിറ്റർമിൻ വാല്യൂ ചെയ്തിട്ട് കണ്ടെത്തിയാൽ മാത്രം മതി. അപ്പൊ എന്ത് ചെയ്യാം? ഇതിനെ ഡിറ്റർമിൻ വാല്യൂ കണ്ടെത്താം. അപ്പൊ ഈക്വൽ അല്ലെ, ഇവിടെ എന്ത് വരും? ഫസ്റ്റ് നമ്മള് അല്ലെ 1 മൈനസ് ലാംഡയാണ്. പിന്നെ എന്ത് വരും? 1 മൈനസ് ലാംഡ 0 ആയി മാറി. മൈനസ് 2 എന്തായി? മൈനസ് 1 മൈനസ് ലാംഡ മൈനസ് 2 ഓഫ് 6 0 മൈനസ് 1 മൈനസ് 1 മൈനസ് ലാംഡ പ്ലസ് 1 ഇൻറ്റു 6 മൈനസ് 1 മൈനസ് ലാംഡ മൈനസ് 1 മൈനസ് 2 ഈക്വൽ ടു 0 ആണ്. ഇതിനെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ. അപ്പൊ എന്താവും? 1 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ മൈനസ് 0 ഇൻറ്റു മൈനസ് 2 മൈനസ് 2 ഇൻറ്റു 6 ഇൻറ്റു മൈനസ് 1 മൈനസ് ലാംഡ 0 ഇൻറ്റു മൈനസ് 1 പ്ലസ് എന്താണ് അല്ലെ 6 ഇൻറ്റു മൈനസ് 2 മൈനസ് അല്ലെ മൈനസും മൈനസ് എന്തായി? പ്ലസ് 1 ഇൻറ്റു മൈനസ് 1 മൈനസ് ലാംഡ ഈക്വൽ ടു 0 ആയി മാറും. 1 മൈനസ് ലാംഡ എന്ത് ചെയ്യുക? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് എന്തായി? പ്ലസ് ആയി. അപ്പൊ പ്ലസ് എന്തായി? പ്ലസ് ലാംഡ ആയി. പ്ലസ് ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ എന്തായി? ഇവിടെ 0 ആയി മാറി. മൈനസ് 2 ഇൻറ്റു 6 അല്ലെ മൈനസ് 6 മൈനസ് 6 ലാംഡ ആയി 0 ആയി. പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? അല്ലെ മൈനസ് 12 മൈനസ് 1 മൈനസ് ലാംഡ ഈക്വൽ 0. ഇനി 1 മൈനസ് ലാംഡ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 2 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ ആയി പ്ലസ് 2 ഇൻറ്റു ഇവിടെ എന്തായി മാറി? അല്ലെ മൈനസ് 6 ലാംഡയാണ് പ്ലസ് ഇവിടെ മൈനസ് 13 മൈനസ് ലാംഡ ഈക്വൽ ടു 0. ഈ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും? ഇവിടെ വരിക 1 പ്ലസ് 2 ലാംഡ ഇവിടെ ലാംഡ പ്ലസ് ലാംഡ 2 ലാംഡയാണ്. ലാംഡ ഇതാ മറന്നുപോയി. 2 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ. ഇനി അടുത്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ലാംഡ മൈനസ് 2 ലാംഡ മൈനസ് ലാംഡ ക്യൂബ് ഇവിടെ പ്ലസ് ഇവിടെ ഓൾറെഡി ഇവിടെ മൈനസ് ആണ്. ഇവിടെ ഇതിപ്പോ എന്തായി? പ്ലസ് ആയിട്ടുണ്ട്. അപ്പൊ മൈനസ് 2 ഇൻറ്റു മൈനസ് ആകുമ്പോൾ പ്ലസ് 12 പ്ലസ് 12 ലാംഡ മൈനസ് 13 മൈനസ് ലാംഡ ഈക്വൽ ടു 0. ഇവിടെ നോക്കുക, ഇവിടെ ലാംഡ ഇടാൻ മറന്നു പോയിരുന്നു. അപ്പൊ ലാംഡ ഇട്ടു. ഇവിടെ മൈനസ് ഇട്ട് ഇവിടെ ഇതിപ്പോ പ്ലസ് ആയി മാറി. അത് ഞാൻ മൈനസ് ആക്കി. ഇത് ആഡ് ചെയ്യാലൊക്കെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാലൊക്കെ സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ലാംഡ ക്യൂബ് ഒറ്റക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ലാംഡ സ്ക്വയറും ഉണ്ട്. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അല്ലെ മൈനസ് ലാംഡ ക്യൂബ് മൈനസ് ലാംഡ സ്ക്വയർ പ്ലസ് 12 ലാംഡ ഈക്വൽ ടു 0. നമ്മൾ കാണാൻ പറഞ്ഞ എന്താണ്? എയ്ഗൻ വാല്യൂസ് ആണ്. നമുക്ക് അറിയാം എയ്ഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ലാംഡന്റെ വാല്യൂസിനെ നമ്മൾ എയ്ഗൻ വാല്യൂസ് എന്ന് പറയണം. അല്ലെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്കേഷൻ കണ്ടെത്തി അതിന്റെ ലാംഡന്റെ വാല്യൂനെ നമ്മൾ പറയുന്നത് എയ്ഗൻ വാല്യൂസ്. ഇതിനകത്തുനിന്ന് എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാം? ഒരു ലാംഡനെ പുറത്തേക്ക് എടുക്കുക, വെറും ലാംഡ എടുക്കുക. അപ്പൊ എന്താവും? ഇവിടെ മൈനസ് ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ 12 ഈക്വൽ ടു 0. ഇവിടെ ഒരു എല്ലാത്തിലും ഒരു മൈനസ് അല്ലെ, പുറത്തൊരു മൈനസ് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പൊ എന്തിനാ പുറത്തൊരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 12 ഈക്വൽ ടു 0. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും? ലാംഡ പ്ലസ് 4 ഇൻ ലാംഡ മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ലാംഡന്റെ വാല്യൂ 0, ഇതിന്റെ ലാംഡന്റെ വാല്യൂ മൈനസ് 4 ആകുമ്പോഴാണ് 0 ആണത്. ഇതിന്റെ ലാംഡന്റെ വാല്യൂ 3 ആകുമ്പോഴാണ് 0 വരുന്നത്. അപ്പൊ therefore the eigen values ആരൊക്കെയാണ്? ലാംഡ ഈക്വൽ ടു 0, 3 മൈനസ് 4 ആണ് ഇതിന്റെ എയ്ഗൻ വാല്യൂസ് ആയി വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് എയ്ഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യം ക്യാരക്ടറിസ്റ്റിക്കേഷൻ കണ്ടെത്തണം. അതിന്റെ ലാംഡക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് ആണ് അതിന്റെ എയ്ഗൻ വാല്യൂസ് ആയി വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th. എന്താണ് 12th ക്വസ്റ്റ്യൻ? വെരിഫൈ ദാറ്റ് ദി മാട്രിക്സ് A equal to 0 1 2 1 0 3 0 1 1 satisfy the characteristic equation. എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടെന്ന് കണ്ടെത്താനാണ്. അഥവാ നമ്മൾ നേരത്തെ കണ്ടെത്തിയ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ
ഇതിലേക്ക് ആ മെട്രിക്സ് വാല്യൂ ഇട്ട് കൊടുത്ത് 0 കിട്ടുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പൊ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. അവിടെ ലാംഡന്റെ വാല്യൂ കണ്ടെത്താതെ പകരം ഇവിടെ എന്ത് ചെയ്താൽ മതി നമ്മള് അല്ലെ, ഈ ലാംഡക്ക് പകരം എ എന്ന മെട്രിക്സ് കൊടുക്കുക. എന്നിട്ട് എ ക്യൂബ് കണ്ടുപിടിക്കുക, എ കണ്ടുപിടിക്കുക, അല്ലെ എ സ്ക്വയർ കണ്ടുപിടിക്കുക, ഒക്കെ പാടെ തമ്മിൽ ആഡ് ചെയ്തിട്ട് 0 കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന് അല്ലെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആദ്യം എഴുതി കണ്ടെത്തണം. എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ എ മൈനസ് ലാംഡ ഐ ആണ് ഈക്വൽ ടു 0 ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താവും, മൈനസ് ലാംഡ 1 2 1 മൈനസ് ലാംഡ 3 0 1 1 മൈനസ് ലാംഡ ഈക്വൽ ടു 0. അപ്പൊ മൈനസ് ലാംഡ 3 1 1 മൈനസ് ലാംഡ മൈനസ് 1 ഓഫ് 1 3 0 1 മൈനസ് ലാംഡ പ്ലസ് 2 into 1 1 minus lambda 0 1 equal to 0. അപ്പൊ എന്ത് ചെയ്യും, മൈനസ് ലാംഡ വന്നു. ഇനി അവിടെ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും അല്ലെ, മൈനസ് ലാംഡ ഓഫ് 1 മൈനസ് ലാംഡ മൈനസ് 3 into 1 മൈനസ് 1 into 1 മൈനസ് ലാംഡ 0 into 3 പ്ലസ് 2 into 1 മൈനസ് ലാംഡ into 0 ഈക്വൽ ടു 0. മൈനസ് ലാംഡ ഇൻറ്റു എന്ത് ചെയ്യും അല്ലെ, മൈനസ് ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 3 മൈനസ് ഓഫ് 1 മൈനസ് ലാംഡ 0 ആണ് പ്ലസ് 2 ഇൻറ്റു 1 അല്ലെ 1 മൈനസ് 0 അപ്പൊ ഇത്ര മതി ഈക്വൽ ടു 0. ഇത് വീണ്ടും എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 3 ലാംഡ മൈനസ് 1 പ്ലസ് ലാംഡ പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പൊ ആദ്യം മൈനസ് ലാംഡ ക്യൂബ് എഴുതി പ്ലസ് ലാംഡ സ്ക്വയർ എഴുതി, ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 4 ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0. ഇതെന്താണ്, ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ ലാംഡന്റെ വാല്യൂക്ക് ഞാൻ എ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, അപ്പൊ എന്താവും എ ക്യൂബ് അല്ലെ മൈനസ് എ ക്യൂബ് പ്ലസ് എ സ്ക്വയർ പ്ലസ് 4a പ്ലസ് ഐ ആവുന്നു. ഈ എ ക്യൂബ് കണ്ടെത്തുക, എ സ്ക്വയർ കണ്ടെത്തുക എന്നൊക്കെ പാടെ കൊടുത്ത് വാല്യൂ എത്ര കിട്ടണം, നമുക്ക് 0 കിട്ടിയാൽ മാത്രമേ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റൂ. അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എ സ്ക്വയർ കണ്ടെത്തണം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ആണ്. എ എന്ന മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 0 1 2 അല്ലെ 1 0 3 0 1 1 ആണ് അല്ലെ, നമ്മൾ പ്ലസ് 2 മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. 0 1 2 1 0 3 0 1 1. ഇനി എന്ത് ചെയ്യാ, മൾട്ടിപ്ലൈ ഇതേ അല്ലെ, ഫസ്റ്റ് ഇതെടുത്തു, ഇത് എങ്ങനെ എടുത്തു, അപ്പൊ ഇതേ ഇൻറ്റു ഇത്, പിന്നെ ഇതേ ഇൻറ്റു ഇത്, ഇതേ ഇൻറ്റു ഇത്, ഇനി ഇതേ ഇൻറ്റു ഇത്, അങ്ങനെ ചെയ്തു പോവാം. ഈക്വൽ ടു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താവും 0 into 0 പ്ലസ് 1 into 1 2 into 0. അടുത്ത അല്ലെ വരുന്നത് എന്താ 0 into 1 പ്ലസ് 1 into 0 പ്ലസ് 2 into 1 0 into 2 plus 1 into 3 plus 2 into 1. അടുത്ത് 1 into 0 plus 0 into 1 plus 3 into 0. 1 into 1 0 into 0 plus 3 into 1. അടുത്ത് 1 into 2 0 into 3 plus 3 into 1. അടുത്ത് 0 into 0 1 into 1 1 into 0. അടുത്ത് 0 into 1 1 into 0 plus 1 into 1. 0 into 1 plus 1 into 3 plus 1 into 1 equal to ഒക്കെ പാടെ ആഡ് ചെയ്യുമ്പോൾ 1 2 5 0 4 5 1 1 4 ആണ് ആര് വന്നത്, എ സ്ക്വയർ എന്ന് വന്നത്. ഇനി അടുത്ത എന്താണ്, നമുക്ക് എ ക്യൂബ് കണ്ടുപിടിക്കണം. എ ക്യൂബ് എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ഇൻറ്റു എ ആണ്. എ സ്ക്വയർ 1 2 5 0 4 5 1 1 4 ആണ്. ഇനി എ എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ 0 1 2 1 0 3 0 1 1. ഇതേപോലെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എന്താവും 1 into 0 plus 2 into 1 plus 5 into 0. അടുത്ത് 1 into 1 plus 2 into 0 plus 5 into 1. പിന്നെ 1 into 1 അല്ലെ
1 into 2 ആണ് 1 into 2 plus 2 into 3 plus 5 into 1. അടുത്ത് 0 into 0 plus 4 into 1 plus 5 into 0. 0 into 1 plus 4 into 0 plus 5 into 1. അടുത്ത് 0 into 2 plus 4 into 3 plus 5 into 1. നമ്മൾ അല്ലെ +1 മെട്രിക്സ് ഒക്കെ നമ്മൾ പഠിക്കുന്ന ചെറിയ ക്ലാസ് +1 +2 അതിന് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അത് സ്പീഡിൽ ചെയ്ത് പോവാം. 4 into 0, 1 into 1, 1 into 0, 4 into 1. അടുത്തെന്താവും 1 into 2, 3 into 1 plus 4 into 1. ഒക്കെ പാടെ ആഡ് ചെയ്ത് 2, 6, 13, 4, 5, 17, 1, 5, 9. ഇതാണ് നമുക്ക് അല്ലെ എ ക്യൂബ് എന്ന മെട്രിക്സ്. നമ്മൾ നേരത്തെ എഴുതുന്നു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. എന്ത് എഴുതുന്നത്? മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് ലാംഡ സ്ക്വയർ 4 ലാംഡ പ്ലസ് 1 എന്ന് എഴുതി അല്ലെ ഈക്വൽ ടു 0. നമുക്ക് ലാംഡന്റെ വാല്യൂ എ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എ ഈക്വൽ ടു 0 കിട്ടണം നോക്കാനാണ് പറഞ്ഞത്. അപ്പൊ എ ക്യൂബ് പ്ലസ് എ സ്ക്വയർ പ്ലസ് 4 into എ മെട്രിക്സിലേക്ക് മാറ്റുമ്പോൾ ഐ കൊടുത്തു ഈക്വൽ ടു അപ്പൊ എങ്ങനെ മൈനസ് ഓഫ് ആ മെട്രിക്സ് 2, 6, 13, 4, 5, 17, 1, 5, 9 plus a square 1, 2, 5, 0, 4, 5, 1, 1, 4 plus 4 into a എന്ന മെട്രിക്സ് 0, 1, 2, 1, 0, 3, 0, 1, 1. I എന്ന മെട്രിക്സ് 1, 0, 0, 0, 1, 0, 0, 0, 1 ഈക്വൽ ടു ഒക്കെ പാടെ ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ -2, 1 പിന്നെ ആര് വരും +0 +1. അടുത്തത് -6 +2 +4 +0. അടുത്ത ആഡ് ചെയ്യുമ്പോൾ -13, 5, 8 +0. ഇനി അടുത്തത് ആഡ് ചെയ്യാം -4, 0 +4 +0. അടുത്ത് -5, 4 +0 +1. അടുത്ത് -17 +5 +12 +0. അടുത്ത് -1 +1 0 +0. അടുത്ത അടിയുമ്പോൾ എന്താവും -5 +1 4 +0. അടുത്ത അടിയുമ്പോൾ -9 4 into 1 4 +1 ഒക്കെ പാടെ ആഡ് ചെയ്യുമ്പോൾ എന്താവും 0 0 0 0 0 0 0 0 0 അല്ലെ. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 0. അപ്പൊ എത്ര കിട്ടി നമുക്കിത് 0 എന്നൊരു മെട്രിക്സ് കിട്ടി. അപ്പൊ എന്ത് പറഞ്ഞു നമുക്ക് ഇത് സാറ്റിസ്ഫൈ എന്നാണ്. therefore it is satisfy characteristic equation എന്ന് പറഞ്ഞത്. അപ്പൊ ഇതോട് കൂടി നമ്മൾ എന്ത് കഴിഞ്ഞു? സെക്ഷൻ 8 എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു അല്ലെ. 12 ക്വസ്റ്റ്യനും ചെയ്തു. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ ബി ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം.